ഹായ്. ഞാൻ മുന്നേ തന്നെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളൊരു കാര്യത്തെ പറ്റിയാണ് ഇപ്പോഴും പറയുന്നത്. ഇപ്പോൾ ഒരു കമൻറ്റിൽ സ്ഥിരമായ ഒരാളിങ്ങനെ ചോദിക്കുന്നു. ഞാൻ ഒരുപാട് തവണ റിപ്ലൈ ചെയ്തിട്ട് അദ്ദേഹം കണ്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. അതായത് ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കാമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതായത് മാംസാഹാരം കഴിക്കുന്നത് നമ്മുടെ മെഡിറ്റേഷനെയും നമ്മുടെ ആത്മീയ പുരോഗതിയൊക്കെ ബാധിക്കുമോ? ഈ കമൻറ്റിൽ തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേ ഒരു സ്ത്രീയാണ്. അവരുടെ നോൺ വെജിറ്റേറിയൻ നിർത്തിക്കഴിഞ്ഞ് വെജിറ്റേറിയനിലേക്ക് മാറിയപ്പോൾ അവർക്ക് ഭയങ്കരമായ ഗ്ലോ ഉണ്ടായി. അവർ ഭയങ്കര സൗന്ദര്യത്തിലേക്ക് മാറി. എന്നാൽ അതേ സമയം തന്നെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിയെന്ന്. എന്നാൽ അവരുടെ കുട്ടിയും ഭർത്താവും ഇതേ നോൺ വെജിറ്റേറിയൻ ഡയറ്റ് അല്ലാതെ നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കിയുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നു, വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നു. എന്നാൽ അവർക്ക് നേരെ വിപരീത അനുഭവമാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മെഡിറ്റേഷൻ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാനിത് ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ്. ഞാൻ വീണ്ടും പറയാം. ഇനി ഒരു 1000 തവണ വേണമെങ്കിലും പറയാൻ എനിക്ക് മടിയില്ല. ഞാൻ വീണ്ടും പറയുകയാണ്. ഇത് എപ്പോഴും നിങ്ങളുടെ ടെമ്പർമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇവിടെ ഒരു ഐഡിയൽ കണ്ടീഷൻ എന്നൊരു കാര്യമില്ല. ജീസസ് ബോധോദയം നേടിയ വഴിയിലല്ല രമണ മഹർഷി നേടിയത്. രമണ മഹർഷിയുടെ വഴിയായിരുന്നില്ല പരമഹംസ യോഗാനന്ദൻ്റെത്. പരമഹംസൻ്റെ യോഗാനന്ദൻ്റെ വഴിയായിരുന്നില്ല ശ്രീനാരായണ ഗുരുവിൻ്റേത്. ഇവരുടെ ആരുടെയും വഴിയായിരുന്നില്ല നീം കരോളി ബാബയുടേത്. അതുപോലെ ഒരുപാട് പേര് ഇനിയും നമ്മുടെ പരമഹംസ യോഗാനന്ദ തുടങ്ങി ശ്രീരാമകൃഷ്ണ പരമഹംസ തൊട്ട് ഇനിയും ഒരുപാട് പേരുണ്ട്. ഇവരുടെ എല്ലാവരുടെയും കഥകൾ ഡിഫറൻ്റാണ്. കാരണം എന്താണ്? ഇവിടെ എല്ലാത്തിനും ഒരു ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുന്നൊരു കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോ സ്റ്റോറിയാണ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചു പോവുകയാണ്. അവരുടെ സ്റ്റോറികൾ യുഗയുഗാന്തരങ്ങളിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുമായിരിക്കാം. പക്ഷേ അവരുടെ അതേ ജീവിതം മറ്റൊരാൾക്ക് സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. ടിബറ്റിൽ ജീവിക്കുന്ന ഒരു ബുദ്ധിസ്റ്റ് ലാമ ബോധോദയം നേടുന്ന പാത എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി എഫേർട്ടോടുകൂടി ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ജീവിച്ചുകൊണ്ടായിരിക്കാം. ഇതേ കാര്യം തന്നെ ജപ്പാനിൽ ജീവിക്കുന്ന ഒരു സെൻ ബുദ്ധിസ്റ്റ് മോങ്കിനും സംഭവിച്ചെന്നിരിക്കാം. പക്ഷേ അപ്പോൾ പോലും ഈ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ പോലും അവർ ഫോളോ ചെയ്യുന്ന ഡിസിപ്ലിൻ പോലും രണ്ടാണ്. തലയിൽ കമ്പ് കൊണ്ട് ഗുരുവിൻ്റെ കയ്യിൽ നിന്നൊരു അടി കിട്ടിയ സമയത്ത് ബോധോദയം സംഭവിച്ചെന്ന് പറയുന്ന കഥകളുണ്ട്. ഒരു സെൻ മോങ്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ ആകാശത്ത് നിന്ന് അല്ലെങ്കിൽ പോട്ടെ ഒരു മരത്തിൽ നിന്ന് ഒരു ഇല വീഴുന്നത് കണ്ടാൽ ബോധോദയം ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. ആകാശത്ത് കറുത്ത മേഘങ്ങൾക്കിടയിലൂടെ വെളുത്ത കൊക്കുകൾ പറന്നു പോകുന്നത് കണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ മോഹാലസ്യപ്പെട്ട് വീണു എന്നൊരു കഥയുണ്ട്. അദ്ദേഹത്തിന് ആ നിമിഷം ബോധോദയം ഉണ്ടായെന്നൊക്കെ കഥകളുണ്ട്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇവിടെ ഐഡിയൽ കണ്ടീഷൻ ഒന്നുമില്ല. ഇനി ഈ പറഞ്ഞ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെയൊക്കെ കാര്യം പറയാം. ശ്രീരാമകൃഷ്ണ പരമഹംസൻ മാംസം കഴിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പ്രധാനമായും മീനാണ് കഴിച്ചിരുന്നത്. സ്വാമി വിവേകാനന്ദൻ മീൻ ഭക്ഷിച്ചിരുന്ന ആളാണ്. നാഥ് സമ്പ്രദായം ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സന്യാസി സമ്പ്രദായത്തിലൊന്നാണ് നാഥ് സമ്പ്രദായം. എനിക്കൊന്ന് ശ്രീ എം ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഈ നാഥ് സമ്പ്രദായം ഫോളോ ചെയ്യുന്ന സന്യാസിമാരും ഗുരുക്കന്മാരുമാണ്. ഈ നിസർഗദത്ത മഹാരാജും അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന സിദ്ധേശ്വർ മഹാരാജും ഈ നാഥ് സമ്പ്രദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. നാഥ് സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച ആൾ അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടിങ് ഫാദർ എന്ന് പറയുന്ന ഗോകർനാഥ് മാംസം ഭക്ഷിച്ചിരുന്ന ആളാണ്. ഈ സ്വാമി വിവേകാനന്ദനാവട്ടെ ഗോകർനാഥ് ആവട്ടെ ഇവരെല്ലാവരും മാംസം കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. ഈ നമ്മുടെ രാമായണത്തിൽ ശ്രീരാമൻ മാംസം കഴിച്ചതായി പറയുന്നുണ്ട്. അതായത് നമ്മുടെ പുരാണങ്ങൾ പ്രകാരം ക്ഷത്രിയ വംശത്തിൽപ്പെട്ട ആളുകൾ സ്ഥിരമായി കഴിക്കുന്ന ഒരു ആഹാരമായിരുന്നു മാംസം. ഈ രാമായണത്തിൽ രാമൻ വിഷ്ണുവിൻ്റെ അവതാരമായതുകൊണ്ട് പ്രത്യേകിച്ച് മാംസം കഴിക്കാതിരുന്നു എന്ന് എങ്ങും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. ഇനി ആർഗ്യുമെൻറ്റ്സ് അങ്ങനെ ഒരുപാട് പോവാം. നമുക്കിപ്പോൾ രമണ മഹർഷിയെ പറ്റി പറയാം. രമണ മഹർഷി മാംസം കഴിച്ചിരുന്നില്ല. അദ്ദേഹം മാംസം കഴിക്കുന്നോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് പറഞ്ഞത്, നമ്മൾ ഏത് ആഹാരം കഴിക്കുന്നോ അത് നമ്മുടെ മനസ്സിനെ ബാധിക്കും. അതായത് ഇപ്പോൾ എല്ലാ ജീവികൾക്കും കോൺഷ്യസ്നെസ് ഉണ്ട്, ചെടികൾക്കും കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പം ചെടി കഴിക്കുമ്പോഴും നമ്മൾ ബോധമുള്ളൊരു ജീവിയല്ലേ കഴിക്കുന്നത്, മൃഗങ്ങളെ കഴിക്കുമ്പോഴും അങ്ങനെയല്ലേ കഴിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടാവും. രമണ മഹർഷി ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കോൺഷ്യസ്നെസ് ഈ പറയുന്ന ലിവിങ് ബീസിൽ എല്ലാത്തിലും ഉണ്ട്. അന്ന് ചെടികൾക്ക് ജീവനുള്ളതായി കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് കോമൺ സെൻസ് ഉള്ള ആർക്കും തിരിച്ചറിയാനുള്ള കാര്യമാണ്. കാരണം ചെടി വളരുന്നുണ്ടല്ലോ, ചെടിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചെടിക്ക് ബോധമുണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ കോൺഷ്യസ്നെസ് ഉള്ള ജീവികൾക്കെല്ലാം എന്താണ് വളർച്ച ഉണ്ടാകും. സോ ബേസിക്കലി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ കോൺഷ്യസ്നെസ്സിൻ്റെ ഓരോ ജീവികളുടെ ലെവൽ മാറിയിരിക്കും. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ലെവൽ കുറഞ്ഞ കോൺഷ്യസ്നെസ് ഉള്ള
ജീവികളെ കഴിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടും ഇത് ഭക്ഷ്യ അതായത് സാത്വിക് ഫുഡ്സ് എന്ന് പറയും. സാത്വികമായ ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തമസും രജസും കുറയുകയും നമുക്ക് മനസ്സിനെ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമെന്ന് രമണ മഹർഷി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതേ രമണ മഹർഷി തന്നെ പറഞ്ഞിട്ടുണ്ട്, ബോധോദയം നേടിക്കഴിഞ്ഞ ഒരു വ്യക്തിക്ക് അയാൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതൊരു വിഷയമല്ല. കാരണം അയാൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ അയാൾക്ക് ഒരു വില്ലില്ല. അയാൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളാണത് ചെയ്യുന്നതൊരു ഭാവം അയാൾക്കില്ല. അയാളുടെ ഉള്ളിൽ ഞാനെന്ന് പറയുന്ന ഒരു സെൽഫ് ഇമേജ് ഇല്ല. ഇതിൻ്റെ വിപരീത ഫലം പറഞ്ഞ വേറെ ആളുകളുണ്ട്. പക്ഷെ രമണ മഹർഷി ഒരിക്കലും അവിടെ വന്നത്, എനിക്ക് രമണ മഹർഷിയുടെ ഭക്തന്മാരിലൊരു വലിയ വിഭാഗം ഇത് വെസ്റ്റേണേഴ്സ് ഉണ്ടായിരുന്നു. അതായത് സായിപ്പന്മാരെന്നൊക്കെ നമ്മൾ പറയുന്ന ആളുകൾ. അപ്പോൾ അവരൊക്കെ ഈ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരായിരുന്നു. ആരോടും രമണ മഹർഷി നിങ്ങൾ നിർബന്ധമായും ഇത് കഴിച്ചിരിക്കണമെന്ന് നിർബന്ധിച്ചിട്ടില്ല. രമണ മഹർഷിയുടെ ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. അതായത് നിങ്ങൾക്ക് എന്താണ് സമാധാനം തരുന്നത്? നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഇതുകൊണ്ട് കിട്ടുന്നുണ്ടോ? എങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യൂ. അതില്ലെങ്കിൽ മാത്രമേ നമ്മളിത് മാറ്റേണ്ട ആവശ്യമുള്ളൂ. ഈ രമണ മഹർഷിയുടെ ഏറ്റവും വലിയ ഇത് ഒരു പ്ലസ് പോയിന്റ്, അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും ഫ്രണ്ടിലേക്ക് വെച്ച ഏറ്റവും ഈസിയസ്റ്റ് ഫോം ഓഫ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആത്മവിചാരമാണെന്ന് എല്ലാവരും പറയും. ശരിക്കും പറഞ്ഞാൽ രമണ മഹർഷിയുടെ റിയൽ ടീച്ചിങ് അതായിരുന്നില്ല. രമണ മഹർഷിയുടെ റിയൽ ഫസ്റ്റ് ടീച്ചിങ് എന്ന് പറയുന്നത്, ആരെങ്കിലും വന്ന് ഞാൻ എങ്ങനെ ആ ബോധോദയം നേടും, ഞാൻ എങ്ങനെ അതാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രമണ മഹർഷി പറയുന്നത്, നിങ്ങൾ ഓൾറെഡി അതാണ്, നീ ഇനി വേറെ മേലോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ലെന്നാണ്. അത് ആ ഗുരുവിൻ്റെ വാക്ക് അതുപോലെ വിശ്വസിക്കാൻ തയ്യാറായവരൊക്കെ അതായി മാറിയിട്ടുണ്ടെന്നുള്ള വാസ്തവമാണ്. ഇനി അതല്ലാത്ത ആളുകൾക്കാണ് ഈ പ്രാക്ടീസുകൾ, മെത്തേഡുകളുടെ ആവശ്യമുള്ളത്. അത് തിരിച്ചറിയാൻ വേണ്ടിയതാണ് നമ്മൾ പറയുന്നത്. അതാവാൻ വേണ്ടിയിട്ടല്ല, തിരിച്ചറിയാൻ വേണ്ടി. കാരണം അവർ ഓൾറെഡി അതാണ്. അത് അല്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഒരു കളിയാണ്. അപ്പോൾ ഇവിടെ അടുത്ത ചോദ്യം, അപ്പോഴിവിടെ ഈ മാംസത്തിൻ്റെ ഒരു ഇതെങ്ങനെയാണ് വർക്കാവുന്നത്? ഞാൻ പറഞ്ഞു, രമണ മഹർഷിയുടെ ഭക്തന്മാരിൽ ഈ നോൺ വെജ് കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരിൽ പലരും ബോധോദയം നേടിയതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കഴിക്കുന്ന ഫുഡിനോട് അവർക്ക് വലിയ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ആരോഗ്യപരമായ കാരണങ്ങൾ കണക്കിലെടുത്താണ് പലരും മാംസാഹാരം കഴിക്കേണ്ടി വന്നത്. ഇപ്പം ദലൈലാമ, അദ്ദേഹത്തിന് എനിക്ക് 90 വയസ്സെന്തോ ഉണ്ട് ഇപ്പോൾ, അദ്ദേഹം മാംസാഹാരം കഴിക്കാറുണ്ട്. അദ്ദേഹം പണ്ട് കഴിക്കില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ 80ാമത്തെ വയസ്സിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചില വിറ്റാമിൻസും പ്രോട്ടീൻ്റെ ഒക്കെ കുറവുണ്ടായപ്പോൾ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം കഴിച്ചത്. നോക്കൂ, ഞാൻ ബുദ്ധിസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ മാംസാഹാരം കഴിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധൻ എപ്പോഴും പറഞ്ഞത് മിഡിൽ വേ ആണ്. നമുക്ക് അനിവാര്യമായ കാര്യങ്ങൾ അനിവാര്യമായ സമയത്ത് നമ്മൾ ചെയ്താലേ പറ്റൂ. ആ സമയത്ത് നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് മനസ്സാണ് വാശി പിടിക്കുന്നത്, നമ്മളല്ല. നമ്മൾ സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യങ്ങൾ സ്വാഭാവികമായി സംഭവിപ്പിക്കണം. ഇപ്പോഴും നിങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരം കിട്ടിയിട്ടില്ലെന്ന് എനിക്കറിയാം. സോ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് ഞാൻ പറയാം. ഇതെപ്പോഴും ഒരു മനുഷ്യൻ്റെ ടെമ്പർമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളുടെ മനസ്സിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ, ഒരു സാത്വിക ഭാവം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് തമസും രജസുമല്ല സാത്വികമായിട്ടുള്ള ഗുണമാണ് കൂടുതലായി ഉള്ളതെങ്കിൽ, നിങ്ങൾക്ക് ഒന്നിനെ പറ്റിയും കൺസേൺഡ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾ മാംസാഹാരം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആ അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് കൺസേൺഡ് ആവുന്നത്? ഒരാവശ്യവുമില്ല. ഇനി നിങ്ങൾക്ക് അതല്ല അവസ്ഥ, നിങ്ങൾ കഴിക്കുന്ന ഫുഡ് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഫുഡ് തീർച്ചയായും മാറ്റൂ. നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം മാറ്റുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇന്നർ ഫീലിംഗ് ഉണ്ടെങ്കിൽ മാത്രം മാറ്റുക. അല്ലാതെ ഇന്നു മുതൽ ഞാനിങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് എന്തോ കിട്ടും, ഞാൻ സാത്വിക ഭാവത്തിലേക്ക് മാറും, ഞാനെന്തോ മറ്റതായി തീരും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ആ വിചാരം തന്നെ സംഭവിക്കുന്നത് മനസ്സിൽ നിന്നാണ് സംഭവിക്കുന്നത്. അപ്പം മനസ്സിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. മനസ്സൊരിക്കലും സ്വയം നശിക്കാൻ സമ്മതിക്കില്ല. മനസ്സ് അതിൻ്റെ നിലനിൽപ്പ് മാത്രമാണ് തോന്നുന്നത്. നിങ്ങൾ വെജിറ്റേറിയൻ ആയിട്ട് മാറിയിട്ട് ഓരോ തവണ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമ്പോഴും നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ഫുഡിനെ പറ്റി ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അയ്യോ എനിക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഞാനത് കഴിക്കുമ്പോൾ എനിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഞാനത് കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കാതിരിക്കുന്നതുകൊണ്ട് എൻ്റെ ആരോഗ്യം നശിക്കൂ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ സാത്വിക് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് എന്ത് ഉപയോഗമാണുള്ളത്? കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ പ്രവർത്തനം അപ്പോൾ കൂടിയിരിക്കുകയാണ്. മുമ്പ് ഫുഡിനെ പറ്റി കൺസേൺഡ് ആവാതെ നിങ്ങളിപ്പോൾ വെജിറ്റേറിയൻ കഴിക്കുമ്പോഴും ഫുൾ ടൈം മാംസാഹാരത്തെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മനസ്സ് നേരത്തേക്കാൾ കൂടുതലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ ഫോഴ്സ് ചെയ്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ മാംസാഹാരം കഴിക്കുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ മാംസാഹാരം കഴിക്കുന്നത്, ഞാൻ വെജിറ്റേറിയൻ ആയിരുന്നെങ്കിൽ എനിക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമെന്ന് അപ്പോഴും ചിന്തിച്ച് കൺഫ്യൂസ്ഡ് ആവുകയാണെങ്കിൽ സെയിം എഫക്റ്റാണ് സംഭവിക്കുന്നത്. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മാംസാഹാരത്വം കഴിക്കാൻ തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വയമേവ അത് നിർത്തി വെജിറ്റേറിയൻ ആകൂ. നിങ്ങൾക്കത് കഴിക്കാൻ തോന്നുന്നുണ്ടോ? നിങ്ങൾ കഴിച്ചോളൂ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ. ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു പാത്ത് ഫോളോ ചെയ്തു, നിങ്ങൾക്ക് വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ട്, അത് കഴിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു, ഒരിക്കലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഇതേ കാര്യം ചെയ്യാൻ നിർബന്ധിക്കരുത്. അതൊരു തെറ്റായ കാര്യമാണ്.
മറ്റുള്ളവരെയും നമ്മളെപ്പോലെ ആക്കാൻ ശ്രമിക്കുകയും നമ്മുടെ ഒരു ഭാവം അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ രാജസിക ഗുണമാണ്. അത് ഒരു തരത്തിലും നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാക്കില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള സ്പിരിച്വൽ ഗ്രോത്ത് താഴേക്ക് കൊണ്ടുപോകാനും കാരണമായെന്ന് വരാം. ഇനി അതുപോലെ തന്നെ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഞാൻ പലപ്പോഴും കാണുന്നൊരു കാര്യമാണ്, ഈ ആത്മീയമായ ഒരുപാട് ഉയർന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ പോയി കഴിയുമ്പോൾ ചില ആളുകൾ, അതായത് സാത്വിക ഗുണം കൂടുമ്പോൾ സ്വതവേവ ചില ആളുകൾക്ക് നോൺ വെജിറ്റേറിയൻ ഫുഡിനോട് താല്പര്യം കുറയും. ശരീരവുമായി ഒട്ടും ഐഡൻറ്റിഫൈഡ് അല്ലാതെ, ലോക കാര്യങ്ങളായിട്ട് ഒട്ടും ഐഡൻറ്റിഫൈഡ് അല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ മാംസം കഴിക്കുന്നതിനോട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അല്ലാത്തവരൊക്കെ സ്വാഭാവികമായി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോഴും അവരിങ്ങനെ ഫോഴ്സ് ചെയ്ത് ചെയ്യുകയല്ല, സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. നമ്മളെപ്പോഴും എല്ലാം സ്വാഭാവികമായി സംഭവിക്കാൻ ശ്രമിക്കണം. നമ്മളിങ്ങനെ എല്ലാം ഫോഴ്സ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആ കമൻ്റ് ഇട്ട പർട്ടിക്കുലർ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാംസാഹാരം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നു. കാരണം ചിലപ്പോൾ നിങ്ങൾ അതുമായി അലൈൻഡ് ആയിട്ട് പോകുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അത് സംഭവിക്കാതെ ചിലപ്പോൾ അവർക്കത് താല്പര്യം ഉണ്ടായിരിക്കില്ല ആ കാര്യം ചെയ്യാൻ. ചിലപ്പോൾ അവർ രഹസ്യമായി നിങ്ങൾ അറിയാതെ മാംസാഹാരം കഴിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരെയും ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കരുത്. നിർബന്ധിക്കരുത് എന്ന് മാത്രമല്ല, അവർക്കത് വർക്കാവുന്നില്ലെങ്കിൽ നിർബന്ധം പിടിച്ച് ഇതിങ്ങനെ ചെയ്യാവുള്ളൂ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇനി അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, എന്നിട്ടും വിപരീത ഫലമാണോ ഉണ്ടാവുന്നത്, അപ്പോൾ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കുക. ആ പ്രശ്നത്തിന് പരിഹാരം നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നതാണെങ്കിൽ അത് കഴിക്കുക. ഞാൻ പറഞ്ഞു, നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിക്കേണ്ട സമയങ്ങളിൽ നമ്മളത് ഉപയോഗിക്കണം. പരബ്രഹ്മത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, അത്രയ്ക്ക് ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് സ്വയമേ ഒരു ഐഡിയ ഉണ്ടായിരിക്കും, ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആരുടെ ഉപദേശം വേണ്ട. ആ ഒരു ലെവലിലേക്ക് എത്തുന്നവരെയും നമ്മൾ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന കാലം അത്രയും ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്താലേ പറ്റുള്ളൂ. സോ ഐ തിങ്ക് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയമുള്ള മറ്റുള്ളവർക്കുള്ള ഉത്തരവും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാം. ഫോഴ്സ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ സംഭവിക്കുമായിരിക്കാം നിങ്ങളുടെ കർമ്മഫലം കൊണ്ട്. പക്ഷെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇത് വിപരീത ഫലമേ ഉണ്ടാക്കുള്ളൂ. മനസ്സിനെ ശാന്തമാക്കുകയും സമാധാനമുള്ളൊരു മനസ്സുണ്ടാക്കുകയാണ് നമ്മൾ ആദ്യം വേണ്ടത്. ഒരു റിലാക്സേഷൻ വേണം. അതിലാണ് ബോധോദയം സംഭവിക്കുന്നത്. ബോധോദയം സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ബോധോദയം തിരിച്ചറിയുന്നത് ഒരു ശാന്തമായ മനസ്സിലാണ്. വെജിറ്റേറിയൻ കഴിച്ചാലും നോൺ വെജിറ്റേറിയൻ കഴിച്ചാലും നിങ്ങളുടെ മനസ്സ് ശാന്തമാണോ, നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻസ് കുറയുന്നുണ്ടോ, നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടോ എന്ന കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുണ്ടെങ്കിൽ വരേണ്ടത് വരും. ഓക്കെ, താങ്ക് യു.